നമസ്കാരം. ശൈല ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് 9ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ എന്നതിലെ ചോദ്യോത്തരങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥയാണ് എന്ന് ലേഖകൻ പറയുന്നത് എന്തുകൊണ്ടാവാം? നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. പാത്തുമ്മയുടെ ആട് ഒരു ചുമ്മാ കഥയല്ല. അതിലെ കഥാപാത്രങ്ങളെല്ലാം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഇത് എന്റെ വീട്ടിലെ സത്യമായ കഥയാണ് എന്നു പറഞ്ഞുകൊണ്ടാണ് പാത്തുമ്മയുടെ ആട് എന്ന കഥ തുടങ്ങുന്നത്. തന്റെ വീട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ മാത്രമല്ല, മൃഗങ്ങളെയും നാട്ടുകാരെയും കൂട്ടുകാരെയും എല്ലാം ഇതിൽ കഥാപാത്രങ്ങളാക്കി മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബഷീർ തന്നെ അലട്ടിയിരുന്ന മാനസിക അസുഖത്തിന് ചികിത്സയും വിശ്രമവുമായി തലയോലപ്പറമ്പിലുള്ള തന്റെ കുടുംബ വീട്ടിൽ കഴിയവേ രചിച്ച കൃതിയാണിത്. ഒരു ഊരുചുറ്റലിന് ശേഷം പ്രശാന്തത തേടി വീട്ടിലെത്തുന്ന ബഷീറിന് ശാന്തതയ്ക്ക് പകരം അശാന്തതയാണ് ലഭിക്കുന്നത്. തന്റെ വീടിനെ കുറിച്ച് അദ്ദേഹം ഇപ്രകാരമാണ് വിവരിക്കുന്നത്: ഓലമേഞ്ഞ ഒരു ചെറിയ 2 മുറികളും ഒരു അടുക്കളയും 2 വരാന്തകളുമുള്ള കെട്ടിടമാണ് എന്റെ വീട്. ഈ വീട്ടിലെ താമസക്കാരുടെ എണ്ണം വളരെ അധികവും. ഒരു കൂട്ടുകുടുംബത്തിലെ അംഗങ്ങളും പിന്നെ മനുഷ്യകുലത്തിൽ പെടാത്തവരും എന്നു വേണ്ട, ആകെ ഒരു ഉത്സവ ഛായയാണ് വീട്ടിലുള്ളത്. ബഷീർ വീട്ടിലെ ഈ അവസ്ഥയെ വിശേഷിപ്പിക്കുന്നത് ചന്ത കൂടിയ അവസ്ഥ എന്നാണ്. വീട്ടിലെത്തിച്ചേരുന്ന ബഷീറിന്റെ അനുഭവങ്ങളാണ് ഇവിടെ കഥയായി മാറുന്നത്. എല്ലാം യാഥാർത്ഥ്യമാണു താനും. തന്റെ കുടുംബത്തിലെ ഓരോ അംഗത്തിനെയും തന്നെയും തനിക്കു ചുറ്റും കാണുന്ന ഏതിനെയും എന്തിനേയും ചേർത്ത് പരിഹാസത്തിൽ ചാലിച്ച് സൂക്ഷ്മമായി അവതരിപ്പിക്കാനാണ് പാത്തുമ്മയുടെ ആട് എന്ന കൃതിയിലൂടെ ബഷീർ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് സത്യമായ കഥയായി തീരുന്നത്. മനുഷ്യജീവിതം സമസ്ത ശക്തി ചൈതന്യങ്ങളോടും കൂടി ആവിഷ്കരിക്കാൻ കഴിയുന്ന സാഹിത്യ മാധ്യമമാണ് നോവൽ. കഥാപാത്രങ്ങളുടെ അനുഭവങ്ങളും അനുഭൂതികളും ചിന്തകളും വികാരങ്ങളുമെല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയ ചട്ടക്കൂടാണ് നോവലിൻ്റെത്. എന്നാൽ ബഷീർ നോവലുകളിൽ കഥാപാത്രത്തോടൊപ്പം അവരിൽ ഒരാളായി മാറുന്ന ബഷീറിനെയാണ് നമുക്ക് കാണാനാവുന്നത്. 2. ചന്ത കൂടിയ ബഹളമാണ് അവിടെ. ഉമ്മയുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറെ പൂച്ചകൾ. പ്രശാന്തി തേടിയെത്തിയ ബഷീറിനെ അശാന്തിയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചർച്ച ചെയ്യുക. പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ വരിയാണിത്. കുറെ നാളത്തെ ഊരുചുറ്റലിന് ശേഷം ശാന്തത തേടിയാണ് ബഷീർ സ്വന്തം വീട്ടിൽ എത്തിച്ചേരുന്നത്. ഒരു ചെറിയ വീട്ടിൽ 2 സഹോദരന്മാരും അവരുടെ കുടുംബാംഗങ്ങളും ഒരു സഹോദരിയും ഭർത്താവും മക്കളും ഏറ്റവും ഇളയ സഹോദരനും, ഇത്രയും അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. വീടാണെങ്കിൽ ഓലമേഞ്ഞ ചെറിയ 2 മുറികളും അടുക്കളയും 2 വരാന്തകളുമുള്ള വീട്. ഇവിടെ മനുഷ്യരെ കൂടാതെ ആടുകളും പൂച്ചകളും എലിയും കാക്കയും കോഴികളും എന്നു വേണ്ട, കോലാഹലം പറയാൻ പറ്റാത്തത്ര ഭീകരമായിരുന്നു. കുഞ്ഞുങ്ങളുടെ കരച്ചിലും പെണ്ണുങ്ങളുടെ സംസാരവും വഴക്കും എല്ലാം വളരെ രസകരമായ രീതിയിൽ സ്വാഭാവികമായി ബഷീർ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. മനുഷ്യർ മാത്രമല്ല, തനിക്കു ചുറ്റും കാണപ്പെടുന്ന എന്തിനേയും ബഷീർ തന്റെ കൃതിയിൽ കഥാപാത്രമായി മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്നതാണ് ശരി. മനുഷ്യരെ മാത്രമല്ല, തനിക്ക് ചുറ്റും കാണുന്ന ജീവികളെയും അവതരിപ്പിക്കുന്നത് നോക്കാം. എവിടുന്നോ വന്നു കയറിയ ഉമ്മയുടെ കുറെ പൂച്ചകൾ, അവരെ പേടിച്ച് തട്ടിൻ പുറത്ത് ഓടി നടക്കുന്ന 1,900 എലികൾ, പുരപ്പുറത്തിരുന്ന് കരഞ്ഞു ബഹളം കൂട്ടുന്ന കുറേയേറെ കാക്കകൾ. ഇതിനെല്ലാം പുറമെ എന്റെ ഉമ്മയുടെ സ്വന്തം വകയും വീട് ഭരിക്കുന്നവരുമായ 10-100 കോഴികൾ. അപ്പോൾ ആ വീടിന്റെ അവസ്ഥ എപ്രകാരമായിരിക്കുമെന്ന് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സാധനങ്ങൾ, കന്നുകാലികൾ, മറ്റ് സാധനങ്ങൾ എന്നിവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ആളുകൾ പതിവായി ഒത്തുകൂടുന്ന സ്ഥലമാണ് ചന്ത എന്ന് നമുക്കറിയാം. ചന്തയിൽ വളരെയധികം തിക്കും തിരക്കും ഉണ്ടായിരിക്കും. അതുമാത്രമല്ല, ആളുകൾ സാധനങ്ങൾ വിൽക്കുന്നതിനായി വളരെയധികം ഉച്ചത്തിൽ അവയെ പരിചയപ്പെടുത്തുന്നതിനായി ശ്രമിക്കുന്നതും നമുക്ക് കാണാനാവും. സാധനങ്ങൾ മേടിക്കാനും വിൽക്കാനും വരുന്നവരും കന്നുകാലികളും പക്ഷിമൃഗാദികളും നിറഞ്ഞിരിക്കുന്നതും ശബ്ദകോലാഹലം നിറഞ്ഞിരിക്കുന്നതുമായ അവസ്ഥ വളരെയേറെ അസ്വസ്ഥജനകമാണ്. ആ അന്തരീക്ഷത്തിൽ അധിക സമയം നിൽക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതിനാൽ ചന്ത കൂടിയ എന്ന പദത്തിലൂടെ എത്ര വ്യക്തമായിട്ടാണ് തന്റെ വീടിന്റെ അവസ്ഥ ബഷീർ വിവരിച്ചിരിക്കുന്നത്.
ആ ഒറ്റ വാക്കിലൂടെ വീടിന്റെ അവസ്ഥ മാത്രമല്ല, ശാന്തത തേടിയെത്തി അശാന്തതയിൽ പെട്ടുഴലുന്ന ബഷീറിന്റെ അവസ്ഥയും വായനക്കാരന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ രസകരമായി ഏതൊരാൾക്കും മനസ്സിലാവുന്ന ഭാഷയിൽ അവതരിപ്പിക്കുന്നതിൽ ബഷീർ വിജയിച്ചിരിക്കുന്നു. 3. ചെറിയ കൃതിയുടെ ഗഹനത സുശിക്ഷിതമായ വായനക്കാരെ എന്നും വശീകരിച്ചുകൊണ്ടിരിക്കും. പ്രൊഫസർ M.K. സാനു. എഴുത്തുകാരുടെ ഓരോ കാൽവെൽപ്പിലെയും ദീർഘദൂരങ്ങളെ അളക്കാൻ കഴിയുന്ന വായനക്കാരെയാണ് നല്ല പുസ്തകങ്ങൾ തേടുന്നത്. പാത്തുമ്മയുടെ ആട് നമ്മെ നല്ല വായനക്കാരാക്കുന്നു. വീടാക്കടങ്ങൾ ഡോക്ടർ ശാരദക്കുട്ടി. പാത്തുമ്മയുടെ ആടിനെ കുറിച്ചുള്ള 2 എഴുത്തുകാരുടെയും നിരീക്ഷണങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. പാത്തുമ്മയുടെ ആടിനെ കുറിച്ചുള്ള M.K. സാനുവിന്റെയും ശാരദക്കുട്ടിയുടെയും കാഴ്ചപ്പാടുകളാണ് നാം മുകളിൽ വായിച്ചത്. രണ്ടുപേരും ബഷീറിന്റെ കൃതിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ബഷീർ തനിക്ക് ചുറ്റും കണ്ടുമുട്ടുന്ന എല്ലാത്തിനെയും തന്റെ കഥയിൽ കഥാപാത്രമാക്കി മാറ്റുന്ന കാഴ്ച രസകരവും അത്ഭുതാവഹവുമാണ്. ഏതൊരു എഴുത്തുകാരനും അയാളുടേതായ ഒരു ലോകമുണ്ട്, സ്വയം സൃഷ്ടിച്ചതായ ഒന്ന്. ഒരു എഴുത്തുകാരന്റെ അനുഭവ സമ്പത്താണ് അയാളെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത്. അനുഭവങ്ങൾ കൈമുതലാക്കിക്കൊണ്ട് അവർ രചിക്കുന്ന കൃതികൾ ചെറുതാണെങ്കിൽ കൂടി അവ മനുഷ്യ മനസ്സിൽ ഇടം തേടുക തന്നെ ചെയ്യുന്നു. പാത്തുമ്മയുടെ ആട് വെറും 108 പേജാണുള്ളത്. പക്ഷെ അതൊരു തമാശ കഥയെന്നാണ് M.K. സാനു പറയുന്നത്. അതുമാത്രമല്ല, സത്യസന്ധമായി ഒരു ജീവിത കഥ നമ്മുടെ മുമ്പിൽ തുറന്നു കാട്ടുമ്പോൾ അത് മനുഷ്യ മനസ്സിനെ വശീകരിച്ചുകൊണ്ടിരിക്കും. അതിനാൽ ബഷീർ കൃതിയിലെ ഓരോ കാൽവെൽപ്പും ദീർഘദൂരങ്ങൾ തേടുന്നു എന്ന ശാരദക്കുട്ടി പറയുമ്പോൾ യാത്രയിലൂടെ തന്നെ അനുഭവങ്ങൾ യാത്രക്കാരുടെ അല്ലെങ്കിൽ വായനക്കാരുടെ മുമ്പിൽ തുറന്നിടുന്ന സത്യസന്ധതയുടെ പര്യായമായി പാത്തുമ്മയുടെ ആട് മാറുന്നു. തന്റെ ജീവിതത്തിൽ കണ്ടെത്തിയ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിന്റെ നേരായ ആവിഷ്കാരമാണ് നമുക്ക് കാണാനാവുന്നത്. തനിക്ക് ചുറ്റുമുള്ള ജീവിതത്തിൽ താൻ തിരിച്ചറിഞ്ഞ പ്രാരാബ്ദങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും തന്റെ കൃതിയിലേക്ക് പകർത്തുകയാണ് ബഷീർ ചെയ്തത്. തന്റെ അനുഭവങ്ങൾ ഊഷ്മളമാക്കാനും സത്യസന്ധമാക്കാനും ബഷീർ ശ്രമിക്കുന്നു. ജീവിതഗന്ധിയായവ വായനക്കാരുടെ മനസ്സിൽ ഇടം തേടുക തന്നെ ചെയ്യും എന്നതിന് ഈ കൃതികൾ തെളിവാണ്. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ജീവസുറ്റതായി, കാലാതിവർത്തിയായി. ജയിൽ പുള്ളികളും ഭിക്ഷക്കാരും വേശ്യകളും പട്ടിണിക്കാരും സ്വർഗാനുരാഗികളും നിറഞ്ഞ ഒരു ഫാന്റസിയായിരുന്നു ബഷീറിന്റെ ലോകം. ഇത്തരം കഥാപാത്രങ്ങളുടെ ചിന്തകൾക്കോ വികാരങ്ങൾക്കോ അതുവരെയുള്ള സാഹിത്യത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. സമൂഹത്തിനു നേരെയുള്ള വിമർശനം നിറഞ്ഞ ചോദ്യങ്ങൾ അദ്ദേഹം ഹാസ്യത്തിൽ ഒളിപ്പിച്ചു വെച്ചു. സമൂഹത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്നവർ മാത്രം നായകന്മാരാവുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കാലത്തെ കഥകളുടെ രീതി. അതെല്ലാം തിരുത്തി കുറിക്കുകയാണ് ബഷീർ തന്റെ കൃതിയിലൂടെ ചെയ്തത്. അതിനാൽ എഴുത്തുകാരുടെ ഓരോ ദീർഘദൂരങ്ങൾ അളക്കാൻ വായനക്കാരന് കഴിയുന്നു എന്ന എസ് ശാരദക്കുട്ടിയുടെ വിലയിരുത്തൽ വളരെയധികം ശരിയാണ്. 4. ബഹളങ്ങളുടെയും മേളങ്ങളുടെയും മധ്യത്തിലാണ് ബഷീർ വന്നിരിക്കുന്നത്. പ്രശാന്തത തേടി. ചാമ്പയ്ക്ക പറിച്ചെടുക്കാൻ വരുന്ന പെൺകുട്ടികളെ ചിത്രീകരിക്കുന്ന ബഷീർ തന്നെ പരിഹസിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ രസകരവും നാടകീയവുമായി ഒട്ടേറെ സന്ദർഭങ്ങൾ പാത്തുമ്മയുടെ ആടിൽ കാണാം. നോവലിൽ നിന്ന് ഇതുപോലുള്ള സന്ദർഭങ്ങൾ കണ്ടെത്തി റോൾ പ്ലേ അവതരിപ്പിക്കുക. ഇനി നമുക്ക് റോൾ പ്ലേ എന്താണെന്ന് നോക്കാം. വേഷങ്ങളൊന്നുമില്ലാതെ കഥാപാത്രങ്ങളെ ഭാവത്തോടെയും അവതരിപ്പിക്കുന്നതിനെയാണ് റോൾ പ്ലേ എന്ന് പറയുന്നത്. ബഷീറിന്റെ സഹോദരനായ അബ്ദുൽ ഖാദർ ബാപ്പ വെച്ചിരിക്കുന്ന നെയ് മോഷ്ടിച്ചു കഴിക്കുന്നതും അവനെ കയ്യോടെ പിടിക്കുന്നതുമാണ് സന്ദർഭം. കഥാപാത്രങ്ങൾ ബഷീർ, അബ്ദുൽ ഖാദർ, ഉമ്മ. രംഗം 1. ഒരു ഉച്ച സമയം. ഊണ് കഴിഞ്ഞ് എല്ലാവരും വിശ്രമിക്കുന്ന സമയം. ബഷീറിന് വിശക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ച് അടുക്കളയിൽ പരുതുന്നു. അപ്പോഴാണ് നെയ്യും പഞ്ചസാരയും അടുത്തടുത്ത് വെച്ചിരിക്കുന്ന പാത്രം ബഷീർ കാണുന്നത്. ബഷീർ നെയ്യും പഞ്ചസാരയും ഒരു പാത്രത്തിൽ ഇട്ടുകൊണ്ട് ബാപ്പ കിടക്കുന്ന മുറിയിലെത്തുന്നു. ബാപ്പ എടുക്കുന്ന രീതിയിൽ തന്നെ സ്പൂൺ ഉപയോഗിക്കാതെ കൈകൊണ്ട് പതുക്കെ ഭരണിയുടെ അകം നികത്തുന്നു. സമയത്ത് പുറകിൽ നിന്ന് അനിയന്റെ സംസാരം കേൾക്കുന്നു. അബ്ദുൽ ഖാദർ: ഇക്ക എന്താ തിന്നണത്? മുഹമ്മദ് ബഷീർ: ഒരു മരുന്ന്. അബ്ദുൽ ഖാദർ: ഞാൻ ഇക്കായുടെ പുറകെ ഉണ്ടായിരുന്നു, എല്ലാം ഞാൻ കണ്ടു, ഇനിക്കുന്താ അല്ലെ ഞാൻ പറയവേ? ബഷീർ രഹസ്യമായി ചോദിക്കുന്നു. ബഷീർ: എടാ,
നീ എൻ്റെ അൻഷ്യനല്ലേ? അബ്ദുൽ ഖാദർ: അശൊന്നും എനിക്ക് കേക്കണ്ട. അല്ലേ ഞാൻ പറയവേ. ബഷീർ ഒരു പാത്രമെടുത്ത് നെയ്യും പഞ്ചസാരയും അനുജന് കൊടുക്കുന്നു. രംഗം 2. ബഷീർ പിന്നീട് നെയ് ഭരണി തൊട്ടിട്ടില്ല. പക്ഷെ നെയ് തീർന്നു പോകുന്നുമുണ്ട്. നെയ്യുടെ പേരിൽ ബഷീറിന് ഇഷ്ടം പോലെ അടിയും കിട്ടുന്നുണ്ട്. ബഷീറിന്റെ അനുജനായ അബ്ദുൽ ഖാദർ ഓരോ ദിവസം കഴിയും തോറും വീർത്തു വീർത്തു വരുന്നു. വീട്ടുകാർ അവന് ദീനമാണെന്ന് കരുതി പലരെയായി വിളിക്കുന്നു. ഉമ്മ അബ്ദുൽ ഖാദറിനെ താങ്ങി മടിയിൽ വെച്ചുകൊണ്ട് പറയുന്നു: ഉമ്മ, റബ്ബേ, എന്റെ പൊന്നിന് എന്തു പറ്റി? നങ്ങേലി: എന്റെ പൊന്നും കൂടത്തിനൊന്നും വരല്ലേ. കണിയാനെ കൊണ്ടുവരുന്നു. കണിയാൻ: നല്ലോണം പ്രാർത്ഥിച്ചോ, ഇത് മാറാത്ത ദീനമാണെന്നാ തോന്നുന്നത്. രംഗം 3. അടുത്ത ദിവസം വേലൻ വൈദ്യൻ എത്തുന്നു. വൈദ്യൻ അബ്ദുൽ ഖാദറിനെ നന്നായി പരിശോധിക്കുന്നു. വൈദ്യൻ: ഇവിടെ വേദനയുണ്ടോ കുഞ്ഞെ? വയറ്റിൽ ഞെക്കി നോക്കുന്നു. അബ്ദു ഇല്ലെന്ന് തലയാട്ടുന്നു. അബ്ദുൽ ഖാദറിന്റെ കയ്യിൽ പിടിച്ചു നോക്കി നാഡിയിടിപ്പ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വൈദ്യർ ഉമ്മയോട്: ഞാൻ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല ഉമ്മ. എന്റെ വൈദ്യരെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എന്റെ കുഞ്ഞിന് ഒരു ഉത്സാഹവുമില്ല. വൈദ്യർ: അങ്ങാടിയിൽ പോകുമ്പോൾ അത്രയും വരെ ഒന്ന് വരൂ. ഞാൻ കഷായം എഴുതി തരാം. അതൊന്ന് കുടിച്ചു നോക്കൂ. ഉമ്മ തലയാട്ടി സമ്മതിക്കുന്നു. രംഗം 4. ഒരു വെള്ളിയാഴ്ച ദിവസം ബാപ്പ നിസ്കരിക്കാൻ പള്ളിയിൽ പോയിരുന്നു. ഉമ്മ അടുത്ത വീട്ടിലെ പെണ്ണുങ്ങളുമായി വർത്തമാനം പറഞ്ഞിരിക്കുന്നു. അടുക്കളയിൽ നിന്ന് തിരിച്ച് വരാന്തയിലൂടെ നടന്നു വരുന്ന സമയത്ത് വാപ്പ കിടക്കുന്ന മുറിയിൽ എന്തോ ശബ്ദം കേട്ട് ബഷീർ അങ്ങോട്ട് നോക്കുന്നു. വാപ്പയുടെ കട്ടിലിനടിയിൽ 2 കാലുകൾ പുറത്തു നിൽക്കുന്നതായി കാണുന്നു. ബഷീർ ഓടി ഉമ്മയുടെ അടുത്തെത്തുന്നു. ബഷീർ: ഉമ്മ ഓടി വാ, അബ്ദുൽ ഖാദറിന്റെ ദീനം കാണാം. ഉമ്മ ഓടി വരികയും അബ്ദുൽ ഖാദറിനെ കാണുകയും ചെയ്യുന്നു. ഉമ്മ: എടാ കള്ളാ, ഇതായിരുന്നോടാ നിന്റെ ദീനം? ഇത് കേട്ട് നങ്ങേലിയും ഓടിയെത്തുന്നു. നങ്ങേലി: ആ മൂത്ത കൊച്ചിനെ വെറുതെ തല്ലുകൊള്ളിച്ചു. ഇവനായിരുന്നു ഇതെല്ലാം കട്ടുമുടിച്ചത്. വാപ്പായും സംഭവ സ്ഥലത്ത് എത്തിച്ചേരുന്നു. വാപ്പ വന്നപ്പോൾ വാപ്പയും അവനെ അടിക്കുന്നു. രംഗം 5. അബ്ദുൽ ഖാദർ പതുക്കെ ബഷീറിന്റെ അടുത്തെത്തുന്നു. അബ്ദുൽ ഖാദർ: ഞാൻ ഇക്കാട അനുജനല്ലേ, എന്തിനാ എന്നെ കാണിച്ചു കൊടുത്തത്? ബഷീർ: പെരും കള്ളാ, നിനക്ക് വേണ്ടി ഞാൻ എത്ര അടി കൊണ്ടു. അപ്പോൾ നീ ഓർത്തോ ഞാൻ ഇക്കായാണെന്ന്? കള്ളൻ. ചോദ്യം 5. സൃഷ്ടി, സൃഷ്ടാവ്, അനുഗ്രഹം, അനുഗ്രഹീതൻ ഇത്തരം പദജോടികൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. അവ ഉൾക്കൊള്ളുന്ന ഭാഷാപരമായ സവിശേഷതകൾ വിശകലനം ചെയ്യുക. ഉദാഹരണങ്ങൾ നോക്കിക്കൊണ്ട് നമുക്കിത് മനസ്സിലാക്കാം. നരയുള്ളവൻ നരയൻ, കിഴക്കുദേശത്തുള്ളവൻ കിഴക്കൻ, സൃഷ്ടിക്കുന്നവൻ സൃഷ്ടാവ്, അനുഗ്രഹിക്കപ്പെട്ടവൻ അനുഗ്രഹീതൻ. സൃഷ്ടി എന്ന നാമപദത്തിൽ നിന്നാണ് സൃഷ്ടാവ് എന്ന മറ്റൊരു നാമം ഉണ്ടായിരിക്കുന്നത്. സാമർഥ്യം എന്നത് ഒരു വിശേഷണ പദമാണ്. അതിൽ നിന്നാണ് സമർത്ഥൻ എന്ന പദം ഉണ്ടായിരിക്കുന്നത്. നാമപദങ്ങളിൽ നിന്നും വിശേഷണ പദങ്ങളിൽ നിന്നും പുതിയ പദങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് തദ്ധിതമെന്ന് പറയുന്നത്. നരച്ചിരിക്കുന്ന ആളെ നമ്മൾ വിളിക്കുന്നത് നരയൻ. കിഴക്ക് നിന്ന് വരുന്ന ആൾ കിഴക്കൻ. ചോദ്യം: എങ്ങു മനുഷ്യനു ചെങ്ങല കൈകളിൽ എങ്ങൻ കയ്യുകൾ നൊന്തിടുകയാം, എങ്ങോ മർദ്ദനം എവിടെ പ്രഹരം വീഴുവതെന്റെ പുറത്താകുന്നു. ആഫ്രിക്ക. NV കൃഷ്ണവാര്യർ. നിരുപാധികമായ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ചിത്രങ്ങളാണ് മുകളിൽ നൽകിയ കാവ്യഭാഗത്തും യൂണിറ്റിലെ രചനകളിലും തെളിയുന്നത്. മാനവിക മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. രചനകളും സമകാലിക ലോക സാഹചര്യങ്ങളും ആസ്പദമാക്കി കെട്ടിപ്പടുക്കാം വിശ്വസാഹോദര്യം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. എങ്ങു മനുഷ്യനു ചെങ്ങല എന്ന് തുടങ്ങുന്ന കവിത NV കൃഷ്ണവാര്യരുടെ ആഫ്രിക്ക എന്ന കവിതയിൽ നിന്നെടുത്ത 4 വരിയാണ്. അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. എവിടെയൊക്കെ മനുഷ്യൻ അടിച്ചമർത്തപ്പെടുന്നു, എവിടെയൊക്കെ മനുഷ്യൻ എഴുന്നേൽക്കാൻ വേണ്ടി പിടയുന്നുവോ അവിടെയൊക്കെ ആ വേദനകളൊക്കെ എന്റേതാണ്, അത് വീഴുന്നത് എന്റെ പുറത്താണ് എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങളിലെ എല്ലാ മനുഷ്യരും ഒന്നാണെന്ന സങ്കല്പമാണ് നമുക്കിവിടെ കാണാനാവുന്നത്. ഇന്ത്യക്കാരനെന്നോ ആഫ്രിക്കക്കാരനെന്നോ അമേരിക്കക്കാരനെന്നോ ഉള്ള വേർതിരിവിന്റെ ആവശ്യമില്ല. മനുഷ്യൻ അടിച്ചമർത്തപ്പെടേണ്ടവനല്ല. ഭാരതത്തിന്റെ ആപ്തവാക്യം ലോകസമസ്തോ സുഖനോ ഭവന്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ തനിക്ക് മാത്രമല്ല ലോകത്തിലുള്ള എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ എന്ന ചിന്താഗതിയാണിത്. ഇതാണ് ഭാരത ദർശനം നമുക്ക് കാണിച്ചു തരുന്നത്. ലോകത്തിലുള്ള സകല മനുഷ്യനെയും ഒറ്റ മനുഷ്യ സമുദായമായി കാണുന്ന മാനവികത എന്ന് നമുക്കിതിനെ പറയാം. മനുഷ്യ സ്നേഹത്തിന്റെ വിവിധ തലങ്ങളാണ് നമ്മൾ പഠിച്ചുപോയ പാഠങ്ങളിലൂടെ കാണാൻ കഴിയുന്നത്. ഉള്ളിൽ ഉയിർക്കും മഴവില്ല് എന്ന പാഠഭാഗം അതിന്റെ പേര് പോലെ തന്നെ അർത്ഥവത്തായ മാനുഷികതയുടെ മുഖമുദ്രകളാണ് വെളിവാക്കുന്നത്.
സഹജീവി സ്നേഹത്തിന്റെ പര്യായങ്ങളായി മാറുന്ന പാഠഭാഗങ്ങളാണിത്. അഭിമുഖം എന്ന പാഠത്തിൽ താൻ മാത്രമെന്ന് ചിന്തിക്കുന്ന മനുഷ്യനിൽ നിന്ന് തുടങ്ങി സുഹൃതഹാരങ്ങൾ എന്ന കവിതയിലെത്തുമ്പോൾ ജലമെന്ന ആയുധത്തിലൂടെ ജാതി ചിന്തയെ തൂത്തെറിയുന്ന മാതങ്കിയെയും ദാഹജലം സ്വീകരിച്ച് സന്തുഷ്ടനാകുന്ന നമുക്ക് കാണാം. മാനവികതയുടെ വിശാലമായ വാതിലുകൾ നമ്മൾക്ക് മുമ്പിൽ തുറന്നിടുകയാണ് ഈ കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. അമ്മ എന്ന മാധവിക്കുട്ടിയുടെ കഥയിൽ സ്വന്തം മക്കളിൽ നിന്ന് അമ്മ എന്ന വിളിക്കു വേണ്ടി കൊതിക്കുന്ന അമ്മയും ആ വിളിയിലൂടെ അത്ഭുതങ്ങളുടെ മായക്കാഴ്ചകളിലേക്ക് കൈപിടിച്ചുയർത്തുന്ന പാൽക്കാരനും ടാക്സി ഡ്രൈവറും ഡോക്ടറും യഥാർത്ഥ മനുഷ്യസ്നേഹത്തിന്റെ പര്യായമായി മാറുന്നത് വളരെ ഹൃദ്യതയോടെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നു. ബഷീറിന്റെ പാത്തുമ്മയുടെ ആടിൽ മനുഷ്യനോടൊപ്പം പ്രകൃതിയെയും സർവ്വ ജീവജാലങ്ങളെയും ഒരുമിച്ച് നിർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്ന് കാണിച്ചു തരുന്നു. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ ദുരിതത്തിൽ നിന്നും ദുരന്തത്തിൽ നിന്നും മുക്തി നേടാനാകും എന്ന് നാം മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകത നമുക്കുണ്ടാവുന്നു. ഇവിടെ സ്നേഹത്തിന്റെ മാത്രമല്ല വിശ്വസ്നേഹത്തിന്റെ നേർക്കാഴ്ചകളാണ് കാണാനാവുന്നത്. NVയുടെ കവിതയുടെ ആശയം തന്നെയാണ് ആശാന്റെ കവിതാ ദർശനത്തിലും മാധവിക്കുട്ടിയുടെ അമ്മ എന്ന കഥയിലും ബഷീറിന്റെ പാത്തുമ്മയുടെ ആട എന്ന കഥയിലും മുന്നിട്ട് നിൽക്കുന്നത്. സ്നേഹത്തിന്റെ സമൃദ്ധമായ കുളിർകാറ്റ് ഏതൊരു വേലിക്കെട്ടിനെയും തൂത്തെറിയാൻ പര്യാപ്തമാണെന്ന തിരിച്ചറിവാണ് നമുക്ക് ലഭിക്കുന്നത്. പഞ്ചഭൂതങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ പ്രകൃതിയുടെ നിലനിൽപ്പ് സാധ്യമാകൂ എന്ന് നമ്മൾ തിരിച്ചറിയുന്നുവോ അന്ന് നമ്മൾ പ്രകൃതിയെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. യുദ്ധത്തിന്റെ ഭീതിയിൽ ജീവിക്കുന്ന ഒരു ജനത വിശ്വസാഹോദര്യം എന്നത് തങ്ങളുടെ മുദ്രാവാക്യമാക്കിയെങ്കിൽ മാത്രമേ സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം സാധ്യമാകൂ. പരസ്പരം പങ്കുവെക്കുന്ന സാഹോദര്യത്തിന്റെ, പ്രചോദനത്തിന്റെ, സമഗ്രമായ വികസനത്തിന്റെ, സഹിഷ്ണുതയുടെ, സമാധാനത്തിന്റെ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആപ്തവാക്യം കണ്ടെത്തണമെന്നാണ് NV തന്റെ കവിതയിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. തൊലിയുടെ നിറത്തിനും മതത്തിനും സാമൂഹ്യ സംഘടനകൾക്കും ലിംഗപ്രായ സാമ്പത്തിക സാഹചര്യങ്ങൾക്കും അപ്പുറം ഒരേ ആകാശത്തിനു കീഴിൽ വസിക്കുന്നവരാണ് നാം. വിശ്വസഹോദര്യത്തിൻ കടമ്പകൾ സ്നേഹത്താൽ നമുക്ക് തൂത്തെറിഞ്ഞിടാം. കെട്ടിപ്പടുക്കാം മനുഷ്യത്വത്തിൻ ഗീതം. സഹോദര മസൃണമാം പൊൻതൂവൽ എത്തിച്ചേരാം സമാധാനത്തിൻ പാതയിൽ. പറന്നേറിടാം ഒരുമതൻ ഭാവിയിൽ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കണ്ടെത്തുന്നതുവരെ നന്ദി, നമസ്കാരം.